ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനാണ് വിനോദ് ബാബു, ബി ഫോക്ക് ബാൻഡ് പാലോട്. ഞങ്ങളെന്തായാലും ഇവിടെ നിപ്പ ബാധിച്ചിട്ട് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് ഇപ്പോഴും ഡേഞ്ചറായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അപ്പം ഞങ്ങൾ നല്ല സുരക്ഷാ ജാഗ്രതയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കേരള സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും പോലീസ് അധികാരികളും ആരോഗ്യവകുപ്പും എല്ലാം പറഞ്ഞ് കേട്ടനുസരിച്ച് എല്ലാവരും നിൽക്കുക. എന്തായാലും നമ്മൾ പേടി വേണ്ട, ജാഗ്രത മതി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കുക, മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൊറോണയ്ക്ക് ഇപ്പോഴും ഡേഞ്ചറാണ്. ഇപ്പം ഞങ്ങൾ തച്ചനാട്ടുകര എന്ന് പറഞ്ഞ സ്ഥലത്ത്, കേരളത്തിലെ ഒരേ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിപ്പ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിൽ ഞങ്ങൾക്ക് ആശ്വസിക്കാനായിട്ടുള്ളത്, നമ്മളെ ആ വീട്ടിലെ 2 കുട്ടികളെയും നമ്മൾ പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു. പക്ഷെ അവർക്ക് 2 പേർക്കും നെഗറ്റീവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്കൊരു ആശ്വാസകരമായ ഒരു വാർത്തയാണ്. അപ്പോൾ എന്തായാലും എന്നാലും എങ്കിൽ പോലും ഈ മലപ്പുറത്ത് ഇന്നലെ 18 വയസ്സായൊരു കുട്ടീനെ ഇപ്പോൾ ബാധിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 500ൻ്റെ അടുത്ത് ഇപ്പോൾ നിപ്പ രോഗികളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെല്ലാവരും എന്തായാലും ജാഗ്രതയോടെ നിൽക്കുക. കാരണം നമുക്ക് നമ്മുടെ ജീവനാണ് വേണ്ടത്. ജീവൻ നിലനിർത്തണമെങ്കിൽ ഇതുപോലുള്ള രോഗങ്ങളൊക്കെ നമ്മൾ തുരത്തണം. നിപ്പ വൈറസിനെ നമ്മൾ തുരത്തണം. നമ്മൾ ഒറ്റക്കെട്ടായിട്ട്, പിന്നെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള മറ്റുള്ള സംസ്ഥാനത്തേക്കാളിലും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരൊറ്റക്കെട്ടാണ് എന്നുള്ളത് തന്നെയാണ്. അതിനെ മറികടക്കാൻ ഒരു സംസ്ഥാനവും ഇന്ന് ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കെല്ലാതും അഭിമുഖീകരിച്ച് പോകാം. അതിനെ മറികടന്ന് പോകാനുള്ള ഒരു ഊർജം കൂടി നമ്മളെ കേരളത്തിനുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞ് കേട്ടനുസരിച്ച് നിൽക്കുക, ജാഗ്രതയോടെ നിൽക്കുക. എന്തായാലും ഇത്രമാത്രം ആണ് പറയാനുള്ളത്. എന്തായാലും നിപ്പ രോഗം ബാധിച്ചിപ്പോൾ കിടപ്പിലായിരിക്കുന്ന രോഗി പെരിന്തൽമണ്ണയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പെരിന്തൽമണ്ണയിൽ നിന്നും കോഴിക്കോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെ വീടിൻ്റെ 4 പുറം വവ്വാലുകൾ തൂങ്ങി നിൽക്കുന്ന ഒരു ഇതും കൂടിയുണ്ട്. ഒരുപാട് വവ്വാലുകൾ അവരുടെ വീടിൻ്റെ തൊട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിക്കാനായിട്ട് ഇതിൻ്റേതായിട്ടുള്ള ആളുകൾ വരുന്നുണ്ട്. പരിശോധനയ്ക്കായിട്ടുള്ള പുറത്തുനിന്ന് ആരോ വലിയ ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തെന്നാണ് ഇത് വന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ജാഗ്രതയോടെ നിൽക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മൊത്തം പോലീസ് അധികാരികൾ പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം യാത്രക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ശ്രദ്ധയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് പോലീസുകാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ എന്താണോ പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കാനുള്ള ഒരു സാമാന്യ മര്യാദയും കൂടിയും എല്ലാവരും കാണിക്കുക. എന്നാലേ നമുക്ക് ഈ രോഗത്തിൽ നിന്നൊക്കെ മോക്ഷം നേടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അതും കൂടി കേട്ടനുസരിച്ച്, അവർ പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കാനുള്ളൊരു സംഭവം കൂടി നോക്കുക. എന്തായാലും ഒരുപാട് ആളുകളിപ്പോൾ പേടിച്ച് കൂടുതൽ ആരും പുറത്തിറങ്ങുന്നില്ല. അപ്പോൾ അതും കൂടി, പുറത്തിറങ്ങാതെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ അവർ പറയുന്ന ദിവസം എത്രയാണോ അതിനനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ മറികടക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നല്ല സുരക്ഷയോടുകൂടെ നിൽക്കുക. പേടി വേണ്ട, ജാഗ്രത മതി. അപ്പോൾ എന്തായാലും കേട്ടനുസരിച്ച് നിൽക്കുക.